കിഡിലൻസിന്റെ പുതിയൊരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പൊന്നി, എന്തൊരു വെയില്! ഷേ, ഈ വെയിലത്ത് വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ AC ടീഷർട്ട് കണ്ടുപിടിക്കേണ്ടി വരും. അയ്യോ, ഷേ, യെസ്, AC ടീഷർട്ട്. യെസ് ഗൈസ്, ഈ ഒരു വീഡിയോയിൽ AC പിടിപ്പിച്ചിട്ടുള്ള ഒരു ടീഷർട്ട് ഉണ്ടാക്കിയാലോ എന്നുള്ള ഒരു ഐഡിയ ആണ്. സോ അത് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. സോ നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സംഭവത്തിലാണ് ഞാൻ സാധനങ്ങൾ എടുത്തിട്ടുള്ളത്. ഒന്നൊന്നായിട്ട് എന്തൊക്കെ വേണം എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. ഇതുപോലത്തെ ഒരു പാത്രം, ഒരു ഡപ്പ, അത് നമുക്ക് ഏതോ ഒരു പാത്രം ആയാലും മതി. ആ ഡപ്പ് വേണം. പിന്നെ നമുക്ക് 2 ബാറ്ററി എടുത്തിട്ടുണ്ട്. 9 വോൾട്ട് ആണ്. ബാറ്ററി ഇല്ലെങ്കിൽ അഡാപ്റ്റർ വെച്ച് യൂസ് ചെയ്യാം. ദെൻ നമുക്കൊരു പമ്പിങ് മോട്ടർ ആവശ്യമുണ്ട്. കുഞ്ഞൊരു DC പമ്പിങ് മോട്ടറാണ്. കുറച്ച് വലിയ കപ്പാസിറ്റി ഉള്ളത് എടുത്താൽ അത്രയും നല്ലത്. പിന്നെ നമുക്ക് കുറച്ച് പൈപ്പാണ് വേണ്ടത്. ഈ ഒരു പൈപ്പ് ഏകദേശം ഒരു 5-8 മീറ്ററോളം ഉണ്ടാവും. ഒരു 10 മീറ്റർ ഒരു 10 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. 10 മീറ്ററാണ് പൈപ്പും വേണ്ടത്. സോ നമുക്ക് ഇനി ടീഷർട്ട് ഉണ്ടാക്കണമെങ്കിൽ ടീഷർട്ടും കൂടി വേണ്ട. യെസ്, അതും കൂടിയാണ് വേണ്ടത്. ഒരു ടീഷർട്ട് വേണമെങ്കിലും എടുക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു ടീഷർട്ടാണ് എടുത്തിരിക്കുന്നത്. ബട്ട് വീഡിയോ തുടർന്ന് പോകുമ്പോൾ ടീഷർട്ടും മാറും, കളറും മാറും. ബിക്കോസ് അതൊരു പഴയൊരു സംഭവമാണ്. സോ ഈ ഒരു ടീഷർട്ടിൽ ആണ് നമ്മൾ ബാക്കി ചെയ്യണം. ഇതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പണി എന്ന് പറയുന്നത് നമ്മുടെ ടീഷർട്ട് മറച്ചിട്ടതിന് ശേഷം അതിൻ്റെ 2 സൈഡിലുമായിട്ട് ഈ ഒരു പൈപ്പ് ഈ ഒരു ആകൃതിയിൽ തുന്നി ഒട്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തുന്നി ഒട്ടിച്ചെടുക്കുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഹാർഡസ്റ്റ് ആയിട്ടുള്ള പണിയാണ്. പക്ഷേ ഈ ഒരു പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 50% വർക്ക് കഴിഞ്ഞെന്ന് തന്നെ പറയാം. കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ആ ഒരു സംഭവം നമ്മൾ ചെയ്തെടുത്തു. ഇനി ഇതുപോലത്തെ ഒരു ഡപ്പയാണ് എടുക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു മോട്ടർ ഒട്ടിച്ചു വയ്ക്കുക. ഒട്ടിച്ചു വെച്ചതിന് ശേഷം മോട്ടറിൻ്റെ ഇൻടേക്കിലേക്കുള്ള ഒരു കുഞ്ഞ് ട്യൂബ് ഇട്ടിട്ട് ആ ഒരു പാത്രത്തിൻ്റെ അടപ്പിലൂടെ ഹോൾ ഇട്ടിട്ട് നേരെ ഈ ഒരു പാത്രത്തേക്ക് വയ്ക്കുക. അതിന് ശേഷം മുകളിലത്തേക്ക് ഒരു പൈപ്പ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. ശേഷം പാത്രത്തിലെ ഐസും തണുത്ത വെള്ളം നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം ആ ഒരു ഡപ്പയുടെ മൂടി അതിന് അടച്ചു വയ്ക്കുക. ഇനി നമ്മൾക്ക് ഈ ഒരു ടീഷർട്ടിലുള്ള 2 ട്യൂബ്, ഒരു ട്യൂബ് നമ്മൾ വെറുതെ ഡപ്പയിലേക്ക് ഇടുക, മറ്റു ട്യൂബ് നമ്മൾ ഈ ഒരു മോട്ടറിൻ്റെ മുകളിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ മുകളിലൂടെ വരുന്ന വെള്ളം ബോഡി ഫുൾ സർക്കുലേറ്റ് ചെയ്തിട്ട് നേരെ ഈ ഒരു ബോട്ടിലേക്ക് വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തണുത്ത വെള്ളം ഈ ഒരു ട്യൂബിലൂടെ കയറി ഇറങ്ങി നേരെ ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ വരും. അപ്പോൾ ഈ ഒരു ട്യൂബിലൂടെ തണുത്ത വെള്ളം വരുമ്പോൾ നമ്മുടെ ശരീരം തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു AC ടീഷർട്ടിൻ്റെ വർക്കിംഗ്. ഇനി ഈ ഒരു സംഭവം ഉപയോഗിച്ചതിൻ്റെ ആ ഒരു റിസൾട്ടാണ് നമ്മൾ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ നിന്ന് തണുത്ത വെള്ളം മോട്ടർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് ഈ ഒരു പമ്പ് ചെയ്ത ആ ഒരു ട്യൂബാണ് നമ്മുടെ ബോഡി ഫുൾ കവർ ചെയ്തിരിക്കുന്നത്. ആ കവർ ചെയ്ത് അതിൽ കൂടെ സർക്കുലേറ്റ് ചെയ്ത് ഈ ഒരു കുഞ്ഞ് ഓസ് വഴി ഈ കണ്ടെയ്നറിലേക്ക് തന്നെ വെള്ളം വരും. അങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. ഇത് നമുക്ക് ചൂടുവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഹീറ്ററായിട്ടും യൂസ് ചെയ്യാം. ഹേയ് ഗായ്സ്, ഇനി ആ ഒരു ടീഷർട്ട് ഇട്ട് ഏതൊരു വെയിലത്തും സിമ്പിളായിട്ട് ഇറങ്ങുക എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നല്ല വെയിലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ എന്തിട്ടിട്ടും ഒരു കാര്യമില്ല, ടാൻ അടിച്ച് പരിവാവും. അതുപോലെ തന്നെ ഏതൊരു AC ടീഷർട്ടും കൊണ്ടുവച്ചിട്ട് യാതൊരു കാര്യമില്ല. സോ നമ്മൾ ആ ഒരു വീഡിയോ കുറച്ച് പഴയതായതിന് അതുകൊണ്ട് മാത്രമാണ് റൂമിൻ്റെ ഉള്ളിൽ മാത്രം നമ്മൾ ആ ഒരു സംഭവം ഇതാക്കി കാട്ടിയത്. ബാറ്ററി എൻ്റെ കയ്യിൽ ചാർജ് തീർന്നു പോയി. അതുകൊണ്ട് തന്നെ അഡാപ്റ്റർ വെച്ചിട്ടാണ് റൂമിൻ്റെ ഉള്ളിൽ സംഭവം സെറ്റ് ചെയ്തത്. സോ ആ ഒരു സംഭവമാണ് AC കൺസെപ്റ്റിലുള്ള ടീഷർട്ട്. ഈ ഒരു സംഭവം തന്നെയാണ് ആസ്ട്രോനോട്സ് അവരുടെ സ്പേസ് സ്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നത്. ആ ഒരു ടെക്നോളജി വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ ചെയ്തത്. മാത്രമല്ല ഇതുപോലത്തെ ഒരുപാട് നമുക്ക് ഇതുപോലത്തെ ഉണ്ടാക്കിയിട്ടുള്ള റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും. അതൊക്കെ ഒരുപാട് എക്സ്പെൻസീവ് ആണ്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഗൈസ്, കിഡിലൻസിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ